സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക മുടങ്ങിയിട്ട് 3 മാസം. പുതുക്കിയ മെനു നിലവിൽ വന്ന ഓഗസ്റ്റ് മാസം മുതൽ 1 രൂപ പോലും പദ്ധതി ഇനത്തിൽ അനുവദിച്ചിട്ടില്ല. ഇതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത മൂലം സംസ്ഥാനത്തെ പ്രധാന അധ്യാപകർ കനത്ത ദുരിതത്തിലാണ്. പ്രതിസന്ധി മൂലം 7 ലക്ഷം രൂപ വരെ ബാധ്യതയായ പ്രധാന അധ്യാപകരുണ്ട്. കേന്ദ്രവിഹിതം അനുവദിക്കാത്തതുകൊണ്ട് പണം മുടങ്ങുന്നുവെന്നാണ് സർക്കാർ വിശദീകരണം. കുട്ടികൾക്ക് പാൽ, മുട്ട എന്നിവ വിതരണം ചെയ്യുന്ന സർക്കാർ പോഷകാഹാര പരിപാടിയിലും ഫണ്ട് കുടിശ്ശികയാണ്. ഇപ്പോൾ നിലവിൽ 3 മാസത്തെ തുക കുടിശ്ശികയായിട്ടാണുള്ളത്. ഈ ഒരു ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും മേഖലയെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അതേസമയം ഈ കഴിഞ്ഞ ജൂണിൽ ഒരു മെനു പരിഷ്കരണം വന്നു. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിനുള്ളൊരു തുകയും കൂടെ അനുവദിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ തുക വർധനവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ വലിയ വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ ഈ അധ്യാപകരിൽ നിന്ന് തന്നെ ഈ ഉത്തരവാദിത്തം മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ളത്. അതായത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിച്ച് പ്രഥമാധ്യാപകരെ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റുകയും ഏറ്റവും മികച്ച സംവിധാനത്തോടു കൂടി ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് KGPSHIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഗോപാൽ ശിലാസരൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഗോപാൽ, സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൽ മാറ്റം വരുന്നു, പുതിയ മെനു വരുന്നു, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള എന്നാൽ പോഷക ആഹാരം നൽകാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ വളരെയേറെ സന്തോഷമായിരുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ അത്രത്തോളം ആഘോഷിച്ചതാണ്. പക്ഷേ ആ പദ്ധതി എന്തായി എന്നും നമ്മൾ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ കുടിശ്ശിക കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണല്ലേ അധ്യാപകർ. സ്വന്തം കയ്യിൽ നിന്ന് പ്രധാന അധ്യാപകർ പണമെടുത്ത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതെന്താണ് അതിൽ സംഭവിച്ചത്? സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അധ്യാപകർ എത്രത്തോളം പ്രതിസന്ധിയിലാണ് ഗോപാൽ? റോഷ്നി, ഇതാദ്യമായിട്ടല്ല ഈ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനാധ്യാപകർ നേരിടുന്ന പ്രതിസന്ധി വിവാദമാകുന്നത്. അത് വലിയ തരത്തിലേക്ക് ബാധ്യതയുണ്ടായി. പല പ്രധാനാധ്യാപകരും കടം കയറി മുടിയുന്ന ഘട്ടത്തിൽ പോലും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകാനുള്ള കാരണം ഈ അക്കാദമിക വർഷത്തിൽ മെനു പരിഷ്കരണം കൂടി കൊണ്ടുവന്നതോടുകൂടിയാണ്. കാരണം ഈ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനു പരിഷ്കരിച്ചിരുന്നു. ബിരിയാണിയും എഗ് റൈസും തുടങ്ങി പ്രധാനപ്പെട്ട പല വിഭവങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഈ പരിഷ്കരണം. ഈ പരിഷ്കരണം കൂടി വന്നതോടെ പ്രധാനാധ്യാപകർ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം മുതൽ ഇങ്ങോട്ട് 1 രൂപ പോലും ഉച്ചഭക്ഷണ പദ്ധതി ഇനത്തിൽ ഈ പ്രധാനാധ്യാപകർക്ക് കിട്ടിയിട്ടില്ല. ഈ ഉച്ചഭക്ഷണ പദ്ധതി കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായതിനാലും അവരുടെ അന്നം മുടങ്ങുന്ന പദ്ധതിയായതിനാലും അതിൽ വീഴ്ച വരുത്താതെ ഇപ്പോഴും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കടം വാങ്ങിയും സ്വന്തം കയ്യിൽ നിന്നെടുത്തും ആ ശമ്പളത്തിൽ നിന്ന് ചെലവാക്കിയും ഒക്കെയാണ് പല അധ്യാപകരും ഈ പദ്ധതി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു അധ്യാപകന് 7 ലക്ഷത്തോളം രൂപയാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോയതിനാൽ മാത്രം കടം കയറിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജില്ലകളിലെയും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളെ ഇത് അധികം അങ്ങനെ ബാധിക്കാറില്ല. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ വഴിയോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഫണ്ടുകൾ വഴിയോ ഒക്കെ ഈ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്. പക്ഷേ റൂറൽ മേഖലയിലേക്ക് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയ സ്കൂളുകൾ, കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്കൂളുകളിലൊക്കെയാണ് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ ഉച്ചഭക്ഷണ പദ്ധതി പ്രധാനമായും 60% കേന്ദ്ര സർക്കാർ ഫണ്ടും 40% സംസ്ഥാന സർക്കാർ ഫണ്ടുമാണ് നൽകുന്നത്. ഇതിൽ ഈ 3 മാസത്തെ ഫണ്ട് ചോദിച്ച് ഈ വിദ്യാഭ്യാസ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ അധ്യാപകർക്ക് കിട്ടുന്ന മറുപടി കേന്ദ്ര വിഹിതം ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പണം നൽകാൻ തൽക്കാലം നിർവാഹമില്ല എന്നാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തും പിന്നീട് ആ പദ്ധതി നിർവഹണത്തിന്റെ ബില്ല് സമർപ്പിച്ച് പണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കരാറുകാരാണോ തങ്ങൾ, അതോ ഉദ്യോഗസ്ഥരാണോ തങ്ങൾ, അതോ അധ്യാപകരാണോ തങ്ങൾ, അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കാശില്ലാത്ത തരത്തിലേക്ക് ഓരോ പ്രധാനാധ്യാപകരും പ്രശ്നത്തിലേക്ക് കുടുങ്ങിപ്പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് ഈ പ്രതിസന്ധിയുടെ ഭാരം സംസ്ഥാന സർക്കാർ കയറ്റിവെക്കും
നോക്കുമ്പോഴും അതിൽ സർക്കാർ ഫണ്ട് ചെയ്ത് നടത്തുന്ന ചില പദ്ധതികളുണ്ട്. അതായത് പോഷകാഹാര പദ്ധതി എന്ന് പറയുന്നത് സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൽ പാല്, മുട്ട തുടങ്ങിയ പോഷകാഹാരങ്ങളാണ് ഇതിൽ പ്രധാനമായും വിതരണം ചെയ്തത്. ഇതിൻ്റെ ഫണ്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലിൻ്റെയും മുട്ടയുടെയും ചെലവ് കൂടി ഇപ്പോൾ വഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പാവം പ്രധാനാധ്യാപകർ പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ആരോട് ചോദ്യം ചോദിക്കണം, ആരിതിന് സമാധാനം പറയും എന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ മേൽ പഴിചാരി സംസ്ഥാനത്തിൻ്റെ മേൽ ഈ കുറ്റം ആരോപിച്ച് പ്രതിപക്ഷവുമൊക്കെ ഇങ്ങനെ ഇരുവശങ്ങളായി നിൽക്കുമ്പോൾ ഇതിൽ പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നവംബർ മാസമാണ്, ഇനിയും മാസങ്ങൾ കിടക്കുന്നു അക്കാദമിക വർഷം തീരാൻ. ആ മാസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ വലിയ തരത്തിലേക്കുള്ള ഗുരുതര പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുമെന്നും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഇത് നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുമെന്നുമുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പ്രധാനാധ്യാപകരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ KPGSH ഒക്കെ ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ ഈ പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും പുതുക്കിയ മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഫണ്ടുള്ള എന്തെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടുന്ന സ്കൂളുകളിൽ മാത്രമാണ് ഈ ബിരിയാണിയും എഗ് റൈസും ഗീ റൈസും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള സ്കൂളുകളിൽ പലയിടങ്ങളിലും ഭൂരിഭാഗം സ്കൂളുകളിലും പഴയ മെനു തന്നെയാണ് തുടരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോഷ്നി, അതാണ്, പല സ്കൂളുകളിലും പഴയ മെനു തന്നെ തുടരുന്നു. ഇനി പുതിയ മെനു നൽകുന്ന സ്കൂളുകളാണെങ്കിലോ അതിൽ പ്രധാന അധ്യാപകരുടെ കയ്യിൽ നിന്നാണ് കാശ് പോകുന്നത്. അവരാണെങ്കിൽ കടക്കണിയിലേക്ക് പോകുന്നു.